ഇസ്രായേലിന് നേരെ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണമുണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇക്കാര്യം IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സമ്മതിച്ചിരിക്കുകയാണ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്ത് ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് ഇതെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. 10ഓളം ബലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തി. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം, അയൺ ഡോം സംവിധാനം ഈ മിസൈലുകൾ തകർത്തു എന്നാണ് വിവരം. പക്ഷേ ചില മേഖലകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് IDF വ്യാപകമായി, രാജ്യവ്യാപകമായി സൈറനുകൾ മുഴക്കി ജനങ്ങൾ ബങ്കറുകളിലേക്ക് മാറണം എന്നും മറ്റും അവകാശപ്പെട്ടു. വരാനിരിക്കുന്ന ഇറാന്റെ തുടരാക്രമണങ്ങളെല്ലാം, മിസൈൽ ആക്രമണങ്ങൾ നേരിടാനും ചെറുക്കാനും ഇസ്രായേൽ ഒരുങ്ങിയെന്നാണ് ഇസ്രായേൽ എന്ന രാജ്യം നൽകുന്ന വിവരം. BV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇപ്പോൾ കുറേ നാളുകളായി ഇസ്രായേൽ ആക്രമണത്തിന് വിധേയമായിരുന്നില്ല, നമുക്കറിയാം, ഈ ഒരു സമാധാന ശ്രമങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷം. ഇപ്പോൾ പിന്നെയും പക്ഷേ അവരുടെ കയ്യിലിരിപ്പുണ്ട്. ലെബനനിൽ അവർ ആക്രമിക്കുന്നു, സമാധാന കരാർ ഉണ്ടാക്കിയ ശേഷമാണ് ആ ആക്രമണം. അതിനുള്ള തിരിച്ചടി എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. രഞ്ജിത്ത്, വൻ ആശങ്കയാണ് പശ്ചിമേഷ്യയിൽ നിറയുന്നത്. കാരണം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വെടിനിർത്തലിൻ്റെ പശ്ചാത്തലം, ആ കരാർ ഒരിക്കൽ കൂടി നീട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇത് പുരോഗമിക്കുന്നതിനിടെയാണ് ലെബനിലേക്ക് തുടരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. അതിന് തിരിച്ചടിയായി ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം, 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് കൊടുക്കുന്നു. അയൺ ഡോമുകൾ ഉപയോഗിച്ച് അത് പ്രതിരോധിച്ചുവെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഇസ്രായേലിൽ നാശനഷ്ടം ഉണ്ടായി എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇടപെടലുണ്ടായിരുന്നു. അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അടിയന്തര ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ സംഘർഷത്തിലേക്ക് പോകരുത് എന്ന ഒരു നിർദ്ദേശമാണ് ട്രംപ് ഇസ്രായേലിന് നൽകിയിട്ടുള്ളത്. നെതന്യാഹുവുമായി ട്രംപ് ടെലിഫോണിൽ സംഭാഷണം നടത്തി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് അമേരിക്കക്കാരെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ സൈനികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും, അവരൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ്. കാരണം സംഘർഷത്തിലേക്ക്, കൂടുതൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് കണ്ടതോടുകൂടി തന്നെ അമേരിക്ക അവരുടെ സൈനികർക്ക് ജാഗരൂകരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാകണമെന്ന് നിർദ്ദേശം നൽകി. പക്ഷേ ആഴ്ചകളായി അമേരിക്കയിൽ ഈ യുദ്ധത്തിനെതിരെ തന്നെ നിലപാട് സ്വീകരിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. ഈ സൈനികർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, ഇതെല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെയും കുഴപ്പത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയൊരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേലിന് ട്രംപ് നൽകിയിട്ടുള്ളത്. അത് തന്നെയാണ് വൻ യുദ്ധഭീഷണി ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണത്തോടുകൂടി. ഇറാൻ തുടർച്ചയായ മിസൈലുകൾ വിക്ഷേപിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമാധാന ചർച്ചകൾ പോലും ഇപ്പോൾ അനിശ്ചിതത്തിലായ പശ്ചാത്തലമുണ്ട്. യുദ്ധത്തിന് പൂർണ്ണമായി സന്നദ്ധമാകണമെന്ന നിർദ്ദേശം അമേരിക്കൻ സേനയ്ക്ക് വൈറ്റ് ഹൗസ് നൽകിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് ആണ് വിനോദ് റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. അവിടെയാണ് ഇറാന്റെ പടിഞ്ഞാറൻ വ്യോമാതിർത്തി അടച്ചതായി വാർത്താ ഏജൻസി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലെബനെ ആക്രമിച്ചതിന് മറുപടിയാണ് എന്ന് ഇറാൻ ഇത് വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സമാധാന കരാർ സാധ്യമാകണമെങ്കിൽ ലെബനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സമാധാന കരാർ ലംഘിക്കുക എന്നുള്ളത് ഇസ്രായേൽ കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. പ്രസിഡന്റ് ട്രംപ് നേരത്തെ വിനോദ് പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള നിലപാടിലേക്ക് എത്തുമ്പോഴാണ് നെതന്യാഹു ഇതനുസരിക്കാതെ വീണ്ടും ശത്രുരാജ്യങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ തന്നെ ഇറാനിലേക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. 3 നഗരങ്ങൾ അവർ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ടെഹ്റാനിലേക്കും ഇസ്ഫഹാനിലേക്കും തബ്രീസിലേക്കും ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതായത് അമേരിക്കയുടെ നിർദ്ദേശമുണ്ടായിട്ടും യുദ്ധത്തിൽ നിന്ന് പിന്നാക്കം പോകാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ്. നേരത്തെ തന്നെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഒന്നാമത്തെ ആവശ്യമായി ഇറാൻ മുന്നോട്ട് വെച്ചത് ലെബനെ ആക്രമിക്കരുത്, ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തരുത് എന്നതായിരുന്നു. പക്ഷേ അത് നേരത്തെ ലംഘിച്ചു എന്നത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരെ ലെബനിലേക്ക്, ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്നതാണ് ഇപ്പോൾ ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിലേക്ക് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ അയച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടായത്. മാത്രമല്ല രഞ്ജിത്ത്, ഇവിടെ അടിമുടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിഴച്ചു എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇറാനെ അവർ ചെറുതായി കണ്ടു. അതിനുള്ള തിരിച്ചടി ഇപ്പോൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. സാമ്പത്തികമായും സൈനിക അടിസ്ഥാനത്തിലുമൊക്കെ തന്നെ ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവർ കണക്ക് കൂട്ടിയതിനേക്കാൾ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നാശം നേരിടേണ്ടി വരുന്നു എന്നത് തന്നെയാണ് പ്രധാന
പ്രധാനമായും ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ഇറാന് മേലുള്ള അധിനിവേശം അതൊരു 4 ആഴ്ച കൊണ്ട് ഈ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഇറാനെ ഇല്ലാതാക്കാം എന്നതായിരുന്നു പ്രഖ്യാപനം. അതൊരു പരസ്യമായ പ്രഖ്യാപനമാണ്. അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് 4 ആഴ്ച കൊണ്ട് ഇറാനെ തീർക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി ഇറങ്ങുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മാസങ്ങൾ പിന്നിടുന്നു. വീണ്ടും വെടിനിർത്തൽ ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയാകട്ടെ ഇനിയൊരു യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല, ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു, അവസാനിപ്പിക്കാൻ കഴിഞ്ഞതുമില്ല എന്നൊരവസ്ഥയിൽ അമേരിക്ക എത്തി നിൽക്കുന്നു. അമേരിക്കയെ പലപ്പോഴും ഈ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത് ഇസ്രായേലാണ്. ആ ഒരു നിലയ്ക്ക് ഇസ്രായേൽ മാറ്റമുണ്ടാക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ലെബനിലേക്ക് നടത്തിയ ആക്രമണം തന്നെയാണ് ഇപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഉണ്ടാക്കുന്ന അനരണങ്ങൾ ചെറുതായിരിക്കില്ല. കാരണം ഗൾഫ് മേഖലയിൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും ഇറാൻ്റെ ആക്രമണമുണ്ടായി. ഈ തരത്തിൽ അമേരിക്കയെ സഹായിക്കുന്ന, അമേരിക്കയ്ക്ക് വ്യോമത്താവളങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുകയാണ്. ഇനിയും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ട്. തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ച് തീർച്ചയായും ആക്രമണം ഉണ്ടാകും, അത് കരുതിയിരുന്നോളൂ എന്ന കാര്യമാണ് ഇറാൻ പറയുന്നത്. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഇറാൻ പറയുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ കത്തിച്ച് ചാമ്പലാക്കുമെന്ന ഒരു വെല്ലുവിളിയാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.